ഏതായാലും ഒരു കാര്യത്തിൽ നമ്മുടെ മന്ത്രി KN ബാലഗോപാലിനെ സമ്മതിക്കണം. പോക്കറ്റ് കാര്യമാണെങ്കിലും ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും എല്ലാവരെയും. ആ ഒരു കഴിവ് അദ്ദേഹത്തിന് മാത്രം സ്വന്തം. അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് കടുത്ത അവഗണന നേരിടുമ്പോഴും സാമ്പത്തികമായി ശ്വാസമുട്ടുമ്പോഴും കേരളം വളർന്നു എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ ഈ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അതായത് ഈ പ്രഖ്യാപനം മാത്രം കൊടുക്കുന്നതിൽ ഉത്തരവാദിത്തമില്ലെന്ന്. ബാലഗോപാലിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നത് പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉടൻ നടപ്പാക്കുമെന്നാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകും. നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കും. DA/DR കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യും. ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തിൽ തന്നെ നൽകും. രണ്ടാം ഗഡു മാർച്ച് മാസത്തിലെ ശമ്പളത്തിനോടൊപ്പം നൽകുമെന്നുമാണ് വാഗ്ദാനം. ഏപ്രിൽ 1 മുതലാണ് ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറക്കുമത്രേ.